ഹായ് എല്ലാവർക്കും നമസ്കാരം. ആമി സാമികളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ചെറിയൊരു കൊച്ചു വ്ളോഗാണ്. ഞാനും എൻ്റെ സിബ്ലിങ്സും എല്ലാവരും കൂടി ഒന്ന് ബീച്ചിലൊന്ന് ഔട്ടിങ്ങിന് പോവാണ്. അപ്പം അതിൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ ഞാനും അനിയത്തിയും മക്കളും ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഞാൻ രാവിലെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. മക്കൾ നല്ല ഹാപ്പിയാണ്. കാരണം കുറേ ദിവസമായിട്ടൊന്ന് പുറത്ത് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ കുറേ ആയി പറയുന്നു പോവാന്നുള്ളത്. അങ്ങനെയാണ് ഈ ഒരു പ്ലാൻ ഇട്ടത്. അങ്ങനെ ഞങ്ങൾ എത്തുന്നത് ബട്ട് റോഡ് ബീച്ചിലേക്കാണ്. അവിടെയെന്ന് പറഞ്ഞാൽ നല്ല നല്ലൊരു എന്താ പറയുക, കുട്ടികൾക്ക് പറ്റിയൊരു ഏരിയ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം കുറേ കളിക്കുന്നതും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അവിടെ പോയപ്പോൾ നല്ലൊരു രസകരമായിട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ കുട്ടികൾ റോളർ സ്കേറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ നമ്മളെ മക്കൾ പറഞ്ഞു ഞങ്ങളെയും പഠിപ്പിക്കണം എന്ന്. അങ്ങനെ വാശി പിടിച്ച മാതിരിയായി. അപ്പോൾ അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞ് സമ്മതിച്ച് വെക്കേഷൻ ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഒന്ന് അടങ്ങിയത്. അത് കഴിഞ്ഞ് അവർ കളിക്കുന്ന ഭാഗത്തേക്ക് പോയി. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് കുറേ ടൈം അവർ അതിൽ തന്നെ കളിക്കുകയായിരുന്നു. അങ്ങനെ അവർക്ക് പറ്റിയ എല്ലാ എൻജോയ്മെൻ്റുള്ള എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ സാധാരണ ഈ ഭാഗത്തേക്കല്ല വരാറ്. നമ്മുടെ കോതി ബീച്ച്, അങ്ങനെ സൗത്ത് ബീച്ച് ആ ഭാഗത്തേക്കാണ് നമ്മൾ അധികം വരാറുള്ളത്. ഇങ്ങോട്ട് അവർ നിർബന്ധിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ അവർക്ക് നല്ല എൻജോയ്മെൻ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോഴിക്കോട് ബീച്ചിലുള്ള ഈ ഒരു സംഭവങ്ങളൊന്നും അവിടെ അധികം ഒന്നും കണ്ടിട്ടില്ല. അവിടെ ഉപ്പിലിട്ടതും ചുരണ്ടി ഐസ് അങ്ങനെയുള്ളത് പല ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിവിടെ അങ്ങനെ റെയർ ആയിട്ടാണ് കണ്ടത്. അങ്ങനെ ഇതൊക്കെ വാങ്ങി കഴിച്ച് അങ്ങനെ കുറേ നേരം വീണ്ടും അവിടെ തന്നെ കുറ്റിയടിച്ചു. പിന്നെ കുറേ ഫോട്ടോസും റീൽസും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. അങ്ങനെ ഒരു 6 മണി ആയപ്പോഴാണ് ബ്രദേഴ്സും അവരെ ഭാര്യമാരും വന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നിൽക്കണ്ട, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ സൗത്ത് ബീച്ചിലേക്ക് എത്തി. ഇവിടെ എത്തിയപ്പോഴാണ് വേറൊരു സംഭവം ഉണ്ടാകുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരാളെ കണ്ടുമുട്ടി നമുക്ക്. അതൊരു പ്രമോഷൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ആ ഒരു വ്യക്തിനെ അവിടെ കണ്ടത്. വേറെ ആരുമല്ല, ചാണ എന്ന സിനിമ സംവിധാനവും അഭിനയവും എല്ലാം കാഴ്ചവെച്ചിട്ടുള്ള നമ്മുടെ ഭീമൻ രഘു ആണ്. അദ്ദേഹത്തുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ നടത്താൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവരെ കൂടെയുള്ള ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് സ്വീറ്റ് കോൺ. അതെന്തായാലും മസ്റ്റ് ആൻഡ് ഷുഡായിട്ട് ഞാൻ വാങ്ങി കഴിക്കുന്നതാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത്. അതുവരെ എൻ്റെ മോന് വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്താണ് അവൻ്റെ എക്സാമും കാര്യങ്ങളായിട്ട്, അതായത് അവന് ലേറ്റായിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ തന്നെയുള്ള AFCയിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ ഇവിടെ എത്തി. അങ്ങനെ കുറേ നേരം വെയിറ്റൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ സംഭവം കിട്ടുന്നത്. അതിനും ഒരു ഒരു എന്താ പറയുക, ഒരു നല്ല രസം ഉണ്ടായിരുന്നു. കാരണം കുറേ നേരം അങ്ങനെ സംസാരിച്ചിരിക്കാൻ കഴിഞ്ഞു. പിന്നെ ഇവിടുത്തെ ഫുഡ് ഒന്നും പറയാനില്ല, അടിപൊളി സംഭവമാണ്, നല്ല ടേസ്റ്റി ആയിരുന്നു. ഞങ്ങൾ ഷവായും ബ്രോസ്റ്റഡാണ് വാങ്ങിയത്. അത് പൊളിയായിരുന്നു സംഭവം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്. ഇവിടുന്ന് ശരിക്കും വീട്ടിലേക്ക് തിരിക്കാനായിരുന്നു വിചാരിച്ചത്. പിന്നെ പ്ലാന് പെട്ടെന്നാണ് മാറ്റിയത്. അങ്ങനെ കോതി ബീച്ചിലെത്തി കുറച്ച് നേരം ഇരുന്നു. അപ്പം ഗൈസ്, ബീച്ചിലെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുകയാണ്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ലാസ്റ്റ് നമ്മൾ കോതി ബീച്ചിലെത്തിയതാണ്. സമയം
10:30 കഴിഞ്ഞു. അങ്ങനെ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയി എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.